ഹലോ നമസ്കാരം. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും. ഡിസ്ട്രോ എന്ന് പറയുന്ന ഒരു ലിങ്ക്, distro.jobbook.club എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇത് നിങ്ങൾക്കൊരു ആപ്പാക്കി മാറ്റാൻ പറ്റും. ഇതിനെ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇത് വെബ്സൈറ്റിലാണ് കയറിയിട്ടുണ്ടാവുക. ആൻഡ്രോയിഡിലാണെങ്കിലും iOS-ലാണെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആഡ് ടു ബുക്ക് മാർക്ക് എന്നുള്ള ഓപ്ഷനാണ് ആൻഡ്രോയിഡിലാണെങ്കിൽ കൊടുക്കേണ്ടത്. മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ചെയ്യാം. ഇവിടെ ഇത് iOS ആണ്, ഐഫോണാണ്. അതുകൊണ്ട് ഇതിൽ ചെയ്യേണ്ടത് നേരെ ഈ ആരോ മാർക്ക് താഴെ കാണുന്ന മുകളിലേക്കുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. കുറച്ച് താഴേക്ക് നോക്കിയാൽ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണുന്നുണ്ടാവും. അവിടെ നമുക്ക് ഈ ഒരു അത് സെറ്റ് ചെയ്യാവുന്നതാണ്. ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യും. ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. നമുക്കൊന്നുകൂടെ റീഫ്രഷ് കൊടുക്കാം. ഞാനൊന്നുകൂടെ ബാക്ക് ചെയ്തിട്ട് ആദ്യമൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുള്ള മെയിൽ ID ഇവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു മെയിൽ ID ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. നിങ്ങളെ ഒരു ബ്രാഞ്ചായിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്ഥാപനത്തെ ഒരു ബ്രാഞ്ചായിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ബ്രാഞ്ചിന് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഞാനൊരു ബ്രാഞ്ച് സൈൻ ഇൻ ചെയ്ത് നോക്കുന്നുണ്ട്. സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രാഞ്ച് ഇങ്ങനെയാണ് ആഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇങ്ങനൊരു ഡാഷ്ബോർഡാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അത് ശരിക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഇതിൽ ഏറ്റവും മുകളിൽ നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ പേര് കാണിക്കുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് റിപ്പോർട്ടുകൾ നോക്കുന്ന സമയത്ത് ടുഡേ അല്ലെങ്കിൽ യെസ്റ്റർഡേ ഇങ്ങനെ ഓരോ റിപ്പോർട്ട്, ദിസ് വീക്ക്, ദിസ് മന്ത്, ഇങ്ങനെ മുകളിൽ നമുക്ക് പ്രീവിയസ് മന്ത് കസ്റ്റം ചെയ്യാൻ പറ്റും. നമുക്ക് ഡേറ്റ് അടിച്ചു കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ടുഡേ എന്നുള്ളതിൽ കൊടുക്കുന്ന സമയത്ത് ഇത് ഇന്നത്തെ റിപ്പോർട്ടാണ്. ഇന്ന് എത്ര രൂപയുടെ സെയിൽ നടത്തി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. എത്ര രൂപ കളക്ഷൻ വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഔട്ട്സ്റ്റാൻഡിങ് എത്ര രൂപ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. നമ്മൾ പർച്ചേസ് ചെയ്തത് ഇന്ന് എത്ര രൂപക്കാണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. എക്സ്പെൻസുകൾ നമ്മളത് ടോട്ടൽ എത്രയാണെന്നുള്ളത് കാണാൻ പറ്റും. നമ്മുടെ ബിസിനസ് ഇന്ന് എത്ര രൂപ പ്രോഫിറ്റിലാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പ്രോഫിറ്റ് മാർജിൻ പെർസെൻറ്റേജ് എത്രത്തോളം ഉണ്ട് കാണാൻ പറ്റും. ഇനി ബാലൻസ് നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും. നമുക്ക് ആക്റ്റീവായിട്ടുള്ള എത്ര ഷോപ്പുകൾ ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും. എത്ര റൂട്ടുകൾ ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും. എത്ര സ്റ്റാഫുകൾ ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ബ്രേക്ക് ഇവൻ അനാലിസിസ് താഴെ കാണിക്കുന്നുണ്ടാവും. ഫിക്സ്ഡ് കോസ്റ്റ് എത്ര, വാരിയബിൾ കോസ്റ്റ് എത്ര, കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര, ബ്രേക്ക് ഇവന് വേണ്ടിയിട്ട് എത്ര രൂപയുടെ സെയിൽ നമുക്ക് നടത്തണം എന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ സെയിൽസിൻ്റെയും കളക്ഷൻ്റെയും തമ്മിലൊരു ഗ്രാഫ് നമുക്ക് അവിടെ ഒരു ഗ്രാഫിൽ സിമ്പിളായിട്ട് കാണാൻ പറ്റും. റൂട്ട് സെയിൽ, ഓരോ റൂട്ടിൻ്റെ സെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകളും അലേർട്ടുകളും ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും താഴെ നമുക്ക് കുറച്ച് ഡെയിലി റൂട്ടുകൾ, സെയിൽസ്, കളക്ഷൻ, ഷോപ്പിംഗ് എന്നുള്ള കുറച്ച് മെനു ഉണ്ടാവും. അതുപോലെ ഇടത് ഭാഗത്ത് നമുക്കൊരു മെനു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡെയിലി റൂട്ടുകൾ നമുക്ക് നോക്കാം. സെയിൽസ്, കളക്ഷൻ, ഷോപ്പ്, റൂട്ട്സ്, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മളിതിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു റൂട്ടാണെന്ന് വിചാരിക്കുക. ഒരു സെയിൽസ് റൂട്ടാണ്, ഒരു വണ്ടിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ റൂട്ട് നിലയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. റൂട്ട് നിലയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു റൂട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അൽബാൻ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂട്ട് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അൽബാൻ 1 എന്ന് പറഞ്ഞ ഒരു റൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി ഒരു റൂട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ കോട്ടക്കൽ എന്ന് പറയുന്ന റൂട്ടാണ് നമുക്ക് എന്നുണ്ടെങ്കിൽ, കോട്ടക്കൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ സ്ഥാപനത്തിൻ്റെതാണ്. ഇനി നമുക്ക് 2 വണ്ടികളിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 2 റൂട്ടായിട്ട് നമുക്കതിന് മാനേജ് ചെയ്യാം. ഇപ്പോൾ കോട്ടക്കൽ 1 എന്തോ വേണ്ട വെച്ചാൽ നമുക്ക് കൊടുക്കാം. റൂട്ടിനൊരു കോഡ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതും നമുക്ക് കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ നോട്ട്സോ എന്തെങ്കിലും അതിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സേവ് റൂട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കോട്ടക്കൽ 1 എന്നുള്ള റൂട്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി ആ റൂട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക് നമ്മളത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് സ്റ്റാഫിനെ ക്രിയേറ്റ് ചെയ്യാം.
ഇപ്പോൾ സ്റ്റാഫിന് ഇതിൽ ഓൾറെഡി ടീം മെമ്പർ 2 ആളുകളുണ്ട്. ഒന്ന് ആഷിഖ് എന്നുള്ള പേരിലും ഒന്ന് നൗഫൽ എന്നുള്ള പേരിലും ടീം മെമ്പർ ഉണ്ട്. നമുക്ക് ഇനി ഒരു സ്റ്റാഫിനെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലവിലൊരു സ്റ്റാഫിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, നമ്മളൊരു പുതിയ സ്റ്റാഫിനെ എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നോക്കുക. ഇടത് ഭാഗത്ത് ആഡ് സ്റ്റാഫ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും. അവിടെ ബാബു എന്നുള്ളൊരു പേര് ജസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ആളുടെ ഇമെയിൽ ഐ ഡി ഒരു ഇമെയിൽ ഐ ഡി ആളുടെ കൊടുക്കുക. കറക്റ്റ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പറും കൊടുക്കുക. ക്രിയേറ്റ് സ്റ്റാഫ് ലോഗിൻ എന്ന് കൊടുത്താൽ ഇതിപ്പോൾ ഞാൻ മെയിൽ കറക്റ്റായിട്ട് കൊടുക്കാത്തതുകൊണ്ട് ലോഗിൻ ആയിട്ടില്ല. ഓൾറെഡി വാലിഡ് ആയിട്ടുള്ള ഒരു ലോഗിൻ കൊടുക്കുക. അപ്പോൾ അവർക്ക് അതുപയോഗിച്ച് അവർക്ക് ലോഗിൻ ചെയ്ത് അവർക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇപ്പോൾ സ്റ്റാഫുകൾ ഇതിൽ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊഡക്റ്റുകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ നമുക്ക് 10 ഐറ്റമാണല്ലോ എന്നുണ്ടെങ്കിൽ ആ 10 ഐറ്റം നമ്മളിതിൽ ആഡ് ചെയ്തിടാം. ഇപ്പോൾ ഇതിലൊരു ടീം 400 എന്നൊരു ഐറ്റം ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അതിൽ ഒരു ഐറ്റം ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം? പ്രൊഡക്റ്റിൻ്റെ നെയിം ഇപ്പോൾ പിന്നെ സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് ഞാൻ ജസ്റ്റ് എഴുതി സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക്. അതിൻ്റെ ഒരു കോഡ് നമുക്ക് വേണമെങ്കിൽ SM എന്ന് എഴുതാം. SM സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് 950 ml ആണെങ്കിൽ ഞാൻ അതിൻ്റെ പേര് തന്നെ കൊടുത്തു. SM എന്നുള്ള കൊടുത്തു. കാറ്റഗറി കൊടുക്കണമെങ്കിൽ നമുക്ക് കാറ്റഗറി കൊടുക്കാം. ഇത് പീസിലാണെങ്കിൽ പീസിൽ എന്നുള്ള കൊടുക്കാം. നമുക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു റേറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയാം, 57 രൂപക്കാണ് നമ്മളത് പർച്ചേസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പം 57 എന്നുള്ള കൊടുത്തു. നമ്മൾ 62 രൂപക്കാണ് നമ്മളത് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 62 എന്ന് കൊടുത്തു. അതിൻ്റെ MRP 64 വിചാരിക്കുക. ഇതൊരു എക്സാമ്പിളാണ് ചെയ്യുന്നത്. 64 എന്നുള്ള കൊടുത്തു. നമുക്ക് GST ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. സേവ് പ്രൊഡക്റ്റ് കൊടുക്കുക. ഓൾറെഡി ആ ഒരു പ്രൊഡക്റ്റ് സേവ് ആയി. ഇപ്പോൾ SM എന്ന് പറയുന്ന സാധനം ഇവിടെ സ്റ്റോക്കില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ലോ സ്റ്റോക്ക് ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ശതമാനം എത്ര മാർജിൻ പെർസെൻറ്റേജ് ആണെന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട്. 48 പീസ് TM 400 ഇവിടെ സ്റ്റോക്ക് ഉണ്ടെന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ എത്ര പ്രൊഡക്റ്റിനെ നമുക്ക് ആഡ് ചെയ്തിടാം. ഇതാണ് ഒരു ഓപ്ഷൻ. പ്രൊഡക്റ്റിനെ എങ്ങനെ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇനി നമുക്ക് പർച്ചേസ് ഓരോ ദിവസം പ്രൊഡക്റ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റുന്ന സംഗതി, ഓരോ ദിവസവും പ്രൊഡക്റ്റ് കോമൺലി മൊത്തം എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ആഡ് ചെയ്ത് കഴിയുക. അതിനുശേഷം നമുക്ക് പർച്ചേസ് ആഡ് ചെയ്യാം. പർച്ചേസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സപ്ലൈസിനെ ആഡ് ചെയ്യണം. സപ്ലൈസിനെ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് സപ്ലയർ എന്നുള്ളിടത്ത് നമുക്ക് ഫ്രഷ് വെൽ എന്നുള്ളത് കൊടുക്കാം. ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ലെവലിൽ നമുക്ക് അത് ചെക്ക് ചെയ്യാം. നമ്മൾ സ്റ്റോക്ക് എന്നുള്ളിടത്ത് നമ്മൾ സ്റ്റോക്ക് എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. അത് സ്റ്റോക്ക് എൻട്രി നിലയിൽ കൊടുക്കുക. നമ്മൾ സെലക്ട് ചെയ്ത ഏത് പ്രൊഡക്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മളെ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത ഏത് ഐറ്റം നമുക്ക് ഇപ്പോൾ SM 950 നമ്മൾ